ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റായ ടെൻഡർ ടച്ചിലെ ആക്ടിവിറ്റീസാണ്. ടെൻഡർ ടച്ച് എന്ന ചാപ്റ്റർ ഞാൻ ഓരോ വേർഡ്സ് മലയാളത്തിൽ എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 3 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, ഐഡൻറ്റിഫൈ ദി റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗീവ് ദി സെയിം കളർ ടു ഈച്ച് പെയർ. എന്താണ് ആക്ടിവിറ്റി 1? എന്താണ്? ഐഡൻറ്റിഫൈ ദി റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് ഇതിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആൻഡ് ഗീവ് ദി സെയിം കളർ ടു ഈച്ച് പെയർ. ഓരോ പെയറിനും അല്ലെ, ഓരോ ജോഡിക്ക് എന്താണ് സെയിം കളർ കൊടുക്കാൻ, അല്ലെ ഒരേ കളർ കൊടുക്കാനാണ് പറഞ്ഞത്. എന്താണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് അല്ലേ, ഒരേ സൗണ്ട് വരുന്ന വേർഡ്സാണ്. ലാസ്റ്റത്തെ ലെറ്റർ സെയിം അല്ലേ, ലാസ്റ്റ് സൗണ്ട് സെയിം വരുന്നതിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അല്ലേ, ഫ്രോൺ എന്ന് പറഞ്ഞതിൻ്റെ അതേ സൗണ്ട് വരുന്ന റൈമിംഗ് വേർഡ് ഏതാണ്? ഫ്രോൺ. ഹോൺ. ഹോൾഡ് ആണോ? അല്ല. ഹോൾഡ് അല്ല. ഹാൻഡ് ആണോ? അല്ല. അല്ലേ, ഫ്രോൺ. ലാസ്റ്റ് എൻ വരുന്നത് തന്നെ നോക്കൂ, എൻ വരുന്നതല്ലേ ഡൗൺ. അല്ലേ, ഫ്രോൺ ഡൗൺ. അല്ലേ, WN ഫ്രോൺ ഡൗൺ. ഒരേ സൗണ്ടാണ് ലാസ്റ്റ് വരുന്നത്. അല്ലേ, ഇതിന് രണ്ടിനും ഗ്രീൻ കളർ കൊടുക്കുക. ദെൻ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഹോൾഡ്, ഗോൾഡ്. അല്ലേ, ഒരേ സൗണ്ടാണ് ലാസ്റ്റ് വരുന്നത്. ലിൽഡ്. അല്ലേ, LD അല്ലേ, ഒരേ സൗണ്ട്. അല്ലേ, ഹോൾഡ് ഗോൾഡ്. അല്ലേ, അപ്പോൾ ഇതിന് രണ്ടിനും യെല്ലോ കൊടുക്കുക. റൈമിംഗ് വേർഡ്സ് അല്ലേ. ദെൻ ഹാൻഡ്. ദെൻ അണ്ടർസ്റ്റാൻഡ്. അല്ലേ, എൻഡ് എന്നുള്ള സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വേർഡ്സിനെ നമ്മൾ റൈമിംഗ് വേർഡ്സ്. അപ്പോൾ ഇതിന് രണ്ടിനും ബ്ലൂ കളർ കൊടുക്കുക. ആക്ടിവിറ്റി 2, കംപ്ലീറ്റ് ദി പോം യൂസിങ് ദി ക്ലൂസ് ഗിവൺ ഇൻ ദി ബോക്സ്. അല്ലെ, ഈ പോം എന്താണ്, ഈ പോയം എന്താണ് കംപ്ലീറ്റ് ചെയ്യാൻ യൂസിങ് ദി ക്ലൂസ് ഗിവൺ ഇൻ ദി ബോക്സ്. ഈ ബോക്സിൽ തന്നെ ക്ലൂസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോയം എന്താണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്താണ് പോയത്തിൻ്റെ ഹെഡിങ്? എന്താണ്? മൈ ഫ്രണ്ട്, എൻ്റെ സുഹൃത്ത്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ. എൻ്റെ ഫ്രണ്ട് എന്താണ്, എന്തുപോലെയാണ്? ബട്ടർഫ്ലൈ പോലെയാണ്, പൂമ്പാറ്റയെ പോലെയാണ്. ലൈക്ക് എ, പോലെയാണ്. ഫ്ലട്ടറിങ് ഇൻ ദി ഗാർഡൻ. ഗാർഡനിൽ എന്താണ്, പൂന്തോട്ടത്തിൽ പാറി പറന്ന് നടക്കുന്നവളാണ്, ഫ്ലട്ടർ ചെയ്യുന്നവളാണ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക്. എൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ്? പീകോക്കിനെ പോലെയാണ്, മയിലിനെ പോലെയാണ്. ഡാൻസിങ് ഇൻ ദി വുഡ്സ്. വുഡ്സിലെ മരങ്ങൾക്കിടയിൽ ഡാൻസ് ചെയ്യുന്നവളാണ്, അല്ലേ, നൃത്തം ചെയ്യുന്നവളാണ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ. ഇവിടെ എന്താണ് നമുക്ക് ഫില്ല് ചെയ്യാം? അല്ലേ, ലൈനിൽ നമുക്ക് എന്താണ് ട്രീ എന്നെടുത്ത് എഴുതാം. ട്രീക്ക് മാച്ച് ഉള്ളത് ഇതിന് ഏത് ലൈൻസാണ്? 4 ലൈൻസ് ഉണ്ട്. അല്ലേ, 4 വേർഡ്സും 4 ലൈൻസും ഉണ്ട്. അതിന് മാച്ച് ചെയ്താൽ ട്രീക്ക് നമുക്ക് എന്ത് ചെയ്താം? സ്വയിങ് ഇൻ ദി വിൻഡ്. കാറ്റിൽ ആടി ഒലയല്ലേ ചെയ്യുക, കാറ്റടിക്കുമ്പോൾ ആടുന്നത്, അതാണ് ട്രീ എഴുതാം. അല്ലേ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്താം? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ എഴുതാം. അല്ലേ, മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ. ഫ്ലവർ എങ്ങനെയാണ്? അല്ലേ, അതിന് യോജിച്ച ലൈൻ ഏതാണ്? ബ്ലൂമിങ് ഇൻ ദി ഗാർഡൻ. അല്ലേ, ഗാർഡനിൽ ബ്ലൂം ചെയ്ത് നിൽക്കുന്നത്, പൂത്ത് നിൽക്കുന്നവളാണ്. അല്ലേ, പൂക്കൾ എന്താണ്? ബ്ലൂം ചെയ്യാണ്, പൂക്കുകയാണ് ചെയ്യല്. അപ്പോൾ ഫ്ലവർ എന്നുള്ളത് മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ, ബ്ലൂമിങ് ഇൻ ദി ഗാർഡൻ എഴുതാം. നെക്സ്റ്റ് ലൈൻ നമുക്ക് എങ്ങനെ എഴുതാം? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട്. ബോട്ട് എടുത്ത് എഴുതാം. അല്ലേ, നെക്സ്റ്റ് വേർഡ് ബോട്ട്. ബോട്ടിന് മാച്ച് ആയിട്ടുള്ളത് ഇതിലേതാണ്? ബോട്ട് എന്താ ചെയ്യുക? സ്കൈയിൽ ഷൈൻ ചെയ്യാണോ? അല്ല. ഫ്ലോട്ടിങ് ഓൺ ദി റിവർ. റിവറിൽ ഫ്ലോട്ട് ചെയ്യുക, പൊങ്ങിക്കിടക്കുക, ബോട്ടല്ലേ ചെയ്യൽ. അപ്പോൾ ഫ്ലോട്ടിങ് ഓൺ ദി റിവറിന് എഴുതാം. നെക്സ്റ്റ് ലൈൻ എന്ത് എഴുതാം? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ. അല്ലെ, ഇനിയുള്ള വേർഡ് സ്റ്റാർ ആണ്. സ്റ്റാർ എന്താണ് ചെയ്യുക? ഷൈനിങ് ഇൻ ദി സ്കൈ. അല്ലേ, ആകാശത്ത് ഷൈൻ ചെയ്ത് നിൽക്കും, അല്ലേ, തിളങ്ങി നിൽക്കുന്നവളാണ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദി സ്കൈ. അല്ലേ, നമുക്ക് അങ്ങനെ എഴുതാം. അങ്ങനെ ഇതിന് അനുയോജ്യമായ വേർഡ്സ് എടുത്ത് നമുക്ക് ഈ വേർഡ്സ് ഈ കവിത കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ആക്ടിവിറ്റി 3, ലെറ്റ്സ് ഡിസ്കസ്. അല്ലേ, നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം. അല്ലേ, വാട്ട് ഡസ് യുവർ മദർ, നിങ്ങളുടെ അമ്മ എന്താണ് നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത്? ഡു അറ്റ് ഹോം, വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യാറ്? കുക്കിംഗ്, വാഷിംഗ് ഡിഷസ്, പാത്രം കഴുകുക, ലോണ്ടറിങ്, അലക്കുക, ക്ലീനിങ് ഹൗസ്, പ്ലാന്റിങ് പ്ലാന്റ്സിലെ ചെടിയൊക്കെ ഉണ്ടാക്കുക. വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം, നിങ്ങളുടെ അച്ഛൻ, ഫാദർ എന്താണ് ഹോമിൽ, വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യാറ്? ബൈയിങ് ഗ്രോസറീസിലെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങും. കുക്കിംഗ്, ഇടയ്ക്ക് കുക്ക് ചെയ്യും. ടേക്കിംഗ് അസ് ടു സ്കൂൾ, നമ്മളെന്താണ് സ്കൂളിൽ കൊണ്ടാക്കും. ബൈയിങ് ക്ലോത്ത്സ് ആൻഡ് സ്വീറ്റ്സ്, ക്ലോത്ത്സ് വാങ്ങും. അല്ലെ, സ്വീറ്റ്സ്, മിഠായികളും വാങ്ങിത്തരും. ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്, നിങ്ങളുടെ പാരൻസിനെ, മാതാപിതാക്കളെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ, സഹായിക്കാറുണ്ടോ? ഹൗ, എങ്ങനെയൊക്കെയാണ് സഹായിക്കാറ്? ക്ലീനിങ് മൈ റൂം ക്ലീനാക്കും. വാഷിംഗ് ഡിഷസിലെ പാത്രമൊക്കെ കഴുകും. വാട്ടറിങ് പ്ലാന്റ്സ്, അല്ലെ, പ്ലാന്റ്സിന് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇത്രയൊക്കെയല്ലേ നിങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. ആക്ടിവിറ്റി 4 എന്താണ്? റൈറ്റ് സാഷാസ് തോട്ട്സ്. സാഷയുടെ തോട്ട്സ്, സാഷയുടെ ചിന്തകൾ എഴുതാനാണ് പറഞ്ഞത്. സാഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദി ഗേൾഡ്. സാഷ എന്താണ് ഒരു ഉണ്ണിയപ്പം ഓഫർ ചെയ്തു, അല്ലേ, കൊടുത്തു ടു ദി ഗേൾ, ആ ഗേളിന്. ബട്ട് ദി ഗേൾ റൺ അവേ വിത്തൗട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്. പക്ഷേ ആ ഗേൾ എന്താണ് അത് എടുക്കാതെ, വിത്തൗട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്, അത് എടുക്കാതെ ഓടിപ്പോയി. വാട്ട് കുഡ് ബി സാഷാസ് ഫീലിങ്സ്. അപ്പോൾ സാഷയുടെ ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും? അല്ലേ, സാഷ എന്തൊക്കെയായിരിക്കും, അവളുടെ ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും ചിന്തിച്ചത്? അപ്പോൾ അത് എടുക്കാതെ പോയപ്പോൾ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും? സാഷൻ്റെ തോട്ട്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കുക അതുപോലെ തന്നെ ആയിരിക്കും സാഷയും ചിന്തിക്കുക. നിങ്ങളുടെ അടുത്ത് നിങ്ങളൊരു ഉണ്ണിയപ്പം കൊടുത്താൽ ഒരാൾ അത് വാങ്ങാതെ പോയാൽ നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കൂലേ? എന്തുകൊണ്ടായിരിക്കും വാങ്ങാതിരുന്നത്? അല്ലേ, മടി കാരണമാണോ, അവർക്ക് ഉണ്ണിയപ്പം ഇഷ്ടമില്ലേ? അങ്ങനെ തന്നെ ആണ് സാഷയും ചിന്തിക്കുക. അല്ലേ, വൈ ഡിഡ് ഷീ റൺ അവേ വിത്തൗട്ട് അക്സെപ്റ്റിംഗ് മൈ ഉണ്ണിയപ്പം. എന്തുകൊണ്ടാണ് എൻ്റെ ഉണ്ണിയപ്പം അക്സെപ്റ്റ് ചെയ്യാതെ, സ്വീകരിക്കാതെ അവൾ ഓടിപ്പോയത്? എന്തുകൊണ്ടാണ് റൺ അവേ? അല്ലേ, ഡസ് നോട്ട് ഷീ ലൈക്ക് ഉണ്ണിയപ്പം, അവൾക്ക് എന്താണ് ഉണ്ണിയപ്പം ഇഷ്ടമല്ലേ? ഓർ ഷീ ഫെൽറ്റ് എനി ഷൈ, എന്തെങ്കിലും മടിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവില്ലേ? ചിലപ്പം മടി കാരണം വാങ്ങാതിരിക്കില്ലേ, വാങ്ങാനൊരു നാണം ഉണ്ടാവും. അല്ലേ,
അങ്ങനെയാണോ? പുവർ ഗേൾ, ഹൗ ക്യാൻ ഐ സീ ദി ഗേൾ എഗെയിൻ? പാവം പെൺകുട്ടി, അവളെ ഞാൻ ഇനി എങ്ങനെ വീണ്ടും കാണാം, എഗെയിനായിട്ട് വീണ്ടും എങ്ങനെ ഇനി കാണും? അതൊക്കെ ആയിരിക്കും ചിന്തിക്കുക അല്ലേ. ആക്ടിവിറ്റി 5, സാഷ ടോൾഡ് അനു ടീച്ചർ എബൌട്ട് കവിത. സാഷ എന്താണ് അനു ടീച്ചറോട് പറഞ്ഞു, ടോൾഡ് എബൌട്ട് കവിതയെ കുറിച്ചിട്ട് പറഞ്ഞു. റൈറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ഹെർ ടീച്ചർ. അപ്പോൾ എന്താണ് കോൺവെർസേഷൻ ഇതാണ് പറഞ്ഞത്, ആരൊക്കെ തമ്മിൽ, സാഷയും അവളുടെ ടീച്ചറും തമ്മിലുള്ള സംഭാഷണം, കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്താനാണ് പറഞ്ഞത്. ഞാൻ എന്താണ് കോൺവെർസേഷൻ ഒന്ന് ഫിൽ ചെയ്തിട്ടുണ്ടല്ലേ. ഫസ്റ്റ് എന്താണ് സാഷ ഇവിടെ പറയുന്നത്, ഇവിടെ തന്നിട്ടുണ്ടല്ലേ. എന്താണ് പറഞ്ഞത്? ടീച്ചർ ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ എന്താണ് ഒരു പെൺകുട്ടി, ഒരു ഗേളിനെ കണ്ടുല്ലേ, സോ കണ്ടു. അപ്പോൾ ടീച്ചർ എന്ത് പറയൂലേ, എ ഗേൾ, വിച്ച് ഗേളില്ലേ, ഒരു ഗേളോ, ഏത് ഗേൾ, ഏത് പെൺകുട്ടി അല്ലെ, അങ്ങനെയല്ലേ ചോദിക്കും. ഒരു ഗേളിനെ കണ്ടെന്ന് ചോദിച്ചാൽ അത് ആരാന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ സാഷ എന്ത് പറയും, എ പുവർ ഗേൾ, അതൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. ഷീ വാസ് ക്രാഡ്ലിംഗ് ഹർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദി സോങ് യു തോട്ടസ് അല്ലേ. ഷീ വാസ് ക്രാഡ്ലിംഗ്, അവളെന്താണ് ക്രാഡ്ലിയാണല്ലേ, തൊട്ടിലാട്ടാണ്, ക്രാഡ്ലിയാണ്. ഹർ ലിറ്റിൽ ബ്രദർ, അവരുടെ ചെറിയ അനിയനെ ലിറ്റിൽ ബ്രദറിനെ ക്രാഡ്ലിങ് ചെയ്യുകയാണല്ലേ, തൊട്ടിലാട്ടുകയാണ്. സിംഗിങ് ദി സോങ്, എന്താണ് സോങ് പാടിക്കൊണ്ട്, യു തോട്ടസ്, നിങ്ങൾ പഠിപ്പിച്ച, ടീച്ചർ പഠിപ്പിച്ച ആ സോങ് പാടിക്കൊണ്ടാണ് അവളെന്താണ് അവളുടെ ചെറിയ ബ്രദറിനെ തൊട്ടിലാട്ടുന്നത് എന്ന്. അപ്പോൾ ടീച്ചർ എന്തായിരിക്കും ചോദിക്കുക അല്ലേ, ഈ ടീച്ചർ പഠിപ്പിച്ച സോങ് പാടി എന്ന് പറയുമ്പോൾ അതെങ്ങനെ പഠിച്ചു എന്നായിരിക്കില്ലേ ചോദിക്കുക അല്ലേ. ഹൗ ഡിഡ് ഷീ ലേൺ ദാറ്റ് സോങ്, ആ സോങ് എങ്ങനെയാണ് അവൾ പഠിച്ചതില്ലേ. ഹൗ ഡിഡ് ഷീ ലേൺ, എങ്ങനെയാണ് പഠിച്ചത്, ദാറ്റ് സോങ്, ആ സോങ്, ആ പാട്ട് എങ്ങനെയാണ് അവൾ പഠിച്ചത്, അതായിരിക്കും അല്ലേ ചോദിക്കുക. അപ്പോൾ സാഷ എന്ത് പറയും അല്ലേ, യെസ്റ്റർഡേ ഐ സോ ഹർ സ്റ്റാൻഡിങ് അറ്റ് ദി ഡോർ ഓഫ് അവർ ക്ലാസ്. യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ എന്തായിരുന്നു കണ്ടിരുന്നു, ഹർ സ്റ്റാൻഡിങ് നിൽക്കുന്നത് അറ്റ് ദി ഡോർ ഓഫ് അവർ ക്ലാസ്, നമ്മുടെ ക്ലാസിൻ്റെ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ അവിടുന്ന് പഠിച്ചതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്, അവിടെ നിൽക്കുന്നത് കണ്ടിരുന്നു. ഷീസ് ബ്രില്യൻ്റ്, അവൾ എന്താണ് ബ്രില്യൻ്റ് ആണ് അല്ലേ. എത്ര ചുരുങ്ങിയ സമയം കൊണ്ട് അവൾ അത് പഠിച്ചെടുത്തില്ല പാട്ട്. അപ്പോൾ അവൾ ബ്രില്യൻ്റ് ആണ്, മിടുക്കിയാണെന്ന് പറയാണ്. ക്യാൻ വി ഹെൽപ്പ് ഹർ ടു സ്റ്റഡി, നമുക്കെന്താണ് അവളെ ഹെൽപ്പ് ചെയ്തൂടെ, സഹായിച്ചൂടെ, ടു സ്റ്റഡിയിലെ പഠിക്കാൻ വേണ്ടി സഹായിച്ചൂടെ. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്, ബ്രില്യൻ്റ് ആണ്, അപ്പോൾ അവളെ പഠിത്തത്തിന് വേണ്ടി സഹായിച്ചൂടെ എന്നായിരിക്കും അല്ലേ സാഷ ചോദിച്ചത്. ടീച്ചർ എന്താണ് പറയുന്നതെന്ന് ഇവിടെ ഉണ്ടല്ലേ. ഡോൺ വെറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ, ലെറ്റ് മീ കോൺടാക്ട് ഹിം. എന്താണ് ഡോൺ വെറി, വിഷമിക്കണ്ട, അവർ ഹെഡ് മാസ്റ്റർ, നമ്മുടെ ഹെഡ് മാസ്റ്റർ എന്താണ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ്, ഇന്ന് എന്താണ് ഇവിടെ ഇല്ല. ലെറ്റ് മീ കോൺടാക്ട് ഹിം, ഞാൻ എന്താണ് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാമല്ലേ, വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ എന്തായിരിക്കും അല്ലേ, ഇങ്ങനെ ചോദിക്കണം അല്ലേ. നമ്മളെന്താണ് അവളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോഴല്ലേ ഹെഡ് മാഷിൻ്റെ കാര്യം എന്താണ് വിഷമിക്കേണ്ട, നമുക്ക് എന്താണ് ഹെഡ് മാഷോട് പറയാമെന്ന് പറയണമെങ്കിൽ സാഷ ഇങ്ങനെയൊക്കെ പറയണം അല്ലേ. അപ്പോൾ ഇങ്ങനൊരു കോൺവെർസേഷൻ ഇടയിൽ നടന്നിട്ടുണ്ടാവും, നമ്മളെ ചാപ്റ്ററിലില്ലല്ലേ. ഇങ്ങനെയൊക്കെ നടന്നത് കൊണ്ടാണ് ആ ഗേളിലെ കവിത എന്താണ് സ്കൂളിൽ ജോയിൻ ആയത് അല്ലേ. അപ്പോൾ അതൊന്ന് ചെറുതാക്കി നല്ല സിമ്പിൾ ലാംഗ്വേജിലാണ് ഞാൻ ഫീൽ ചെയ്തത്. ആക്ടിവിറ്റി 6, മിസ് അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദി ഹെഡ് മാസ്റ്റർ അല്ലേ. അനുപമ ടീച്ചർ എന്താണ് ഹെഡ് മാസ്റ്റർക്ക് മെസ്സേജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തില്ലേ, തുടങ്ങി. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ്സ് ആൻഡ് ഫില്ലപ്പ് ദി ചാറ്റ് ബോക്സ്. എന്താണ് ഇവിടെ സ്യൂട്ടബിൾ ഡയലോഗ്സ് എന്താണ് സെലക്ട് ചെയ്യാനാണ്, ആൻഡ് ഫില്ലപ്പ് ദി ചാറ്റ് ബോക്സ്, ഈ ചാറ്റ് ബോക്സ് ഫില്ല് ചെയ്യുക. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഓർഡർ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. ഫസ്റ്റ് എന്താണ് ഹലോ സാർ, അപ്പോൾ എന്തായിരിക്കും മാഡം എന്ന് പറയും, നമ്മളെ എന്താണ് ഈ ചാറ്റാണല്ലേ, ഈ കോൺടാക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുപമ ടീച്ചറും മാഷും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റാണ് ഫില്ല് ചെയ്യാൻ പറഞ്ഞതല്ലേ, കോൺടാക്റ്റ് ആണ്, ഇതൊരു ചാറ്റ് പോലെ ഉണ്ടല്ലേ. സാറിനോട് അനുപമ ടീച്ചർ ഹലോ സാർ എന്ന് പറയുമ്പോൾ സാർ എന്ത് പറയും അല്ലേ, ഹായ് അനുപമ ടീച്ചർ അല്ലേ, അതായിരിക്കും പറയും. ഇവിടുന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞതല്ലേ, സ്യൂട്ടബിൾ ഡയലോഗ്, ആവശ്യമായ ഡയലോഗ്, എന്താണ് അനുയോജ്യമായ ഡയലോഗ് ഇവിടുന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞതല്ലേ, ഈ ചാറ്റ് ബോക്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഹായ് അനുപമ ടീച്ചർ എന്നായിരിക്കും പറയുക. നെക്സ്റ്റ് എന്താണ് ഇതിലേതായിരിക്കും അല്ലേ, ടുഡേ 2 of our students came to me അല്ലേ, 2 സ്റ്റുഡൻസ് വന്നിരുന്നു അല്ലേ. 2 of our students, നമ്മുടെ 2 സ്റ്റുഡൻസ് എന്താണ് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു, അതായിരിക്കും നെക്സ്റ്റ് പറയുക, ഫസ്റ്റായിട്ട് പറയാതല്ലേ. അപ്പോൾ എന്ത് ചോദിക്കും, ഹൂ ആർ ദേ, അവർ ആരൊക്കെയാണ് അല്ലേ, ഹൂ ആർ ദേ, അവർ ആരൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് ആരൊക്കെയാണെന്നുള്ള ആൻസർ എന്തായിരിക്കും അല്ലേ, സാഷ ആൻഡ് നവീൻ. നെക്സ്റ്റ് സാഷ ആൻഡ് നവീൻ ആണെന്ന് പറയും. ടീച്ചർ പറയുന്നത് ഇവിടെ ഈ ഗ്രീൻ ലൈനിലും, ഹെഡ് മാസ്റ്റർ പറയുന്നത് ഈ വൈറ്റിലുമാണുള്ളത്. ഹെഡ് മാസ്റ്റർ എന്ത് പറയും, വൈ ഡിഡ് ദേ കം അല്ലേ, അവരെന്തിനാണ് വന്നതെന്നായിരിക്കും നെക്സ്റ്റ് ചോദിക്കുക അല്ലേ. വൈ ഡിഡ് ദേ കം, അപ്പോൾ എന്താണ് പറയുക, ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ. നെക്സ്റ്റ് ഇതായിരിക്കും, അവർക്ക് എന്താണ് ഒരു ഗേളിനെ നമ്മൾ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യണം, ചേർത്തണം എന്ന് പറയാണ്. ഓ നോ ഇഷ്യൂ, വി ഷാൾ ഡു ഇറ്റ് അല്ലേ, ഇതിവിടെ തന്നിട്ടുണ്ട്, ഇതിനെന്താണ് പ്രശ്നമില്ല, നമുക്ക് എന്താണ് അത് ചെയ്യാം അല്ലേ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ടീച്ചർ എന്ത് പറയും, താങ്ക് യു സോ മച്ച്. ഇങ്ങനെയൊക്കെ ആയിരിക്കും കോൺവെർസേഷൻ ഇടയിൽ നടന്നിട്ടുണ്ടാവുക അല്ലേ. അങ്ങനെയാണ് കവിത സ്കൂളിൽ എത്തിപ്പെടുന്നത്. ആ ഗേളിൻ്റെ നെയിം എന്തായിരുന്നു, കവിത എന്നാണല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് ഓർഡറിലാക്കിയിട്ട് ഇവിടെ കൊടുത്താൽ മതി. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദി പിക്ചേഴ്സ് ദാറ്റ് റിഫ്ലക്ട് ആക്ട് ഓഫ് കൈൻഡ്നെസ് ആൻഡ് കമൻറ്റ് ഓൺ ദം അല്ലേ. എന്തിനാണ് ടിക്ക് ചെയ്യാൻ പറഞ്ഞത്, പുട്ട് എ ടിക്ക് മാർക്ക് ഇടാനാണ്. അഗെയിൻസ്റ്റ് ദി പിക്ചേഴ്സ് ദാറ്റ് റിഫ്ലക്ട് ആക്ട് ഓഫ് കൈൻഡ്നെസ് അല്ലേ, ആക്ട് ഓഫ് കൈൻഡ്നെസ് നല്ല കാര്യങ്ങൾക്ക് എതിരെയുള്ളത്, എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പിക്ചേഴ്സിനാണ് ടിക്ക് ചെയ്യാൻ പറഞ്ഞത്. നല്ല കാര്യം കൈൻഡ്നെസ്സിനല്ല ടിക്ക് ചെയ്യുന്നത്, എഗെയിൻസ്റ്റ് ദി പിക്ചേഴ്സ് എന്നാണ് പറഞ്ഞത്, അതിനെതിരെയുള്ളത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് പിക്ചർ എന്താണ്, ഒരു കൈൻഡ്നെസ്, ഒരു നല്ല കാര്യമാണല്ലേ. ഇവിടെ ഒരു വയസ്സായ ഒരാളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്, ചീത്ത കാര്യങ്ങൾക്ക് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ സൈക്കിൾ ഓടിക്കുന്നത് നല്ല കാര്യമാണ്. ഇവിടെ എന്താണ് 2 കുട്ടികൾ അടി കൂടുന്നത് എന്താണ്, നല്ല കാര്യമാണോ, അല്ല ഇത് ചീത്ത കാര്യമാണ്. അപ്പോൾ കൈൻഡ്നെസ്സിന് എഗെയിൻസ്റ്റ് ആണ്, എതിരെയാണ്. അപ്പോൾ ഇത് ടിക്ക് ചെയ്യുക. ദെൻ ഇവിടെ എന്താണ് നെക്സ്റ്റ് 4th പിക്ചർ എന്താണ് അല്ലേ, ഭക്ഷണം കഴിക്കുന്നത് എന്താണ്, TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ. അപ്പോൾ അതെന്താണ് ഒരു ബാഡ് ഹാബിറ്റ് ആണല്ലേ. അപ്പോൾ അത് കൈൻഡ്നെസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്, അപ്പോൾ അതും ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്താണ് ഇവിടെ ഒരു വയസ്സായ ഒരാളെ സഹായിക്കുന്നത്, വെള്ളം കൊടുത്ത് സഹായിക്കുന്നത്, അത് നല്ല കാര്യമാണ്, കൈൻഡ്നെസ് ആണ്, അപ്പോൾ അത് ടിക്ക് ചെയ്യേണ്ട.
നെക്സ്റ്റ് എന്താണ്, ഒരു ഡോഗിന് എന്തോ ശുശ്രൂഷിക്കുന്നതാണല്ലേ, ഡോഗിന് എന്തോ പറ്റിയിട്ട് അത് നല്ല കാര്യമാണ്, അപ്പോൾ അതും ടിക്ക് ചെയ്യേണ്ട. അപ്പോൾ ഇതിലെന്താണ്, കൈൻഡ്നെസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടില്ലേ, നല്ല കാര്യങ്ങൾക്കെതിരായിട്ടുള്ള ബാഡ് ഹാബിറ്റ് ഏതൊക്കെയാണ്, ഈ അടി കൂടുന്നതും TV കാണുന്നതുമായ തേർഡും ഫോർത്തും പിക്ക് എന്താണ് ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 8, സം ഇവൻറ്റ്സ് ഓഫ് ദി സ്റ്റോറി ആർ ഗിവൺ ബിലോ. അല്ലേ, എന്താണ് സ്റ്റോറിയിലെ നമ്മുടെ കഥയിലെ കുറച്ച് ഇവൻറ്റ്സ് എന്താണ് താഴെ തന്നിട്ടുണ്ട്. റൈറ്റ് ദം ഇൻ ഓർഡർ. ഇതെന്താണ് ഓർഡറിലാക്കാനാണ്. ഇതെന്താണ് ഓർഡർ അല്ലാതെയാണ് തന്നത്, നമുക്കൊന്ന് ഓർഡറിലല്ലേ ക്രമത്തിലാക്കി എഴുതണം ഇവിടെ. ഇതിൽ ഫസ്റ്റ് എന്തായിരിക്കും, ഇതിലെന്താണ് ദി ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റ് സാഷ ആൻഡ് നെവിൻ. ഇതൊക്കെ എന്താണ് ലാസ്റ്റാണ് നടന്നതല്ലേ, സാഷ നെവിൻ കൺഗ്രാജുലേറ്റ് ചെയ്തത്. സാഷ ആൻഡ് നെവിൻ വിസിറ്റഡ് കവിത, കവിതനെ വിസിറ്റ് ചെയ്തു. കവിത വാസ് ക്രാഡ്ലിംഗ് ഹർ യങ് ബ്രദറിനെ ക്രാഡിൽ തൊട്ടിലാട്ടുകയായിരുന്നു. നെവിൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദി വിൻഡോ. നെവിൻ എന്താണ് ഒരു വിൻഡോൻ്റെ അടുത്ത് ഒരു ഗേളിനെ കണ്ടു അല്ലേ. സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. കവിതയ്ക്ക് എന്താണ് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുത്തു അല്ലേ. ഇതിലേതാണ് ഫസ്റ്റ് നടന്നത്, ഏതാണ് ഫസ്റ്റ് ഇതാണല്ലേ. നെവിൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദി വിൻഡോ. വിൻഡോൻ്റെ അടുത്ത് ഒരു ഗേളിനെ കണ്ടു അല്ലേ. ഫസ്റ്റ് നടന്നത് എന്താണ്, നെവിൻ എന്താണ് ഒരു ഗേളിനെ വിൻഡോൻ്റെ അടുത്ത് കണ്ടു അല്ലേ, അതായിരിക്കും അല്ലേ ഫസ്റ്റ് ഉള്ളതല്ലേ. ദെൻ സാഷ ആൻഡ് നെവിൻ വിസിറ്റഡ് കവിത. കവിതനെ വിസിറ്റ് ചെയ്തു. കവിത വാസ് ക്രാഡ്ലിംഗ് ഹർ യങ്ങർ ബ്രദറിനെ ക്രാഡിൽ ചെയ്യായിരുന്നു, തൊട്ടിലാട്ടുകയായിരുന്നു. സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. കവിതയ്ക്ക് എന്താണ് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുത്തു. ദി ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സാഷ ആൻഡ് നെവിൻ. സാഷിനി നെവിനി ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റ് ചെയ്തത്. ഇത് ലാസ്റ്റ് ആണുള്ളത് അല്ലേ, ഈ ഫസ്റ്റ് തന്നത് ലാസ്റ്റാണ് കൺഗ്രാജുലേറ്റ് ചെയ്തത്, എന്താണ് അവർ അഭിനന്ദിച്ചത് അല്ലേ. ഇത് ലാസ്റ്റ് നടന്നതാണ്. ഫസ്റ്റ് എന്താണ് വിൻഡോൻ്റെ അടുത്ത് ഒരു ഗേളിനെ കണ്ടതാണല്ലേ, നോട്ടീസ് ചെയ്തു, ഗേളിനെ വിൻഡോൻ്റെ അടുത്ത് കണ്ടു. അപ്പോൾ എന്താണ് ഓർഡറിലാക്കിയിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആക്ടിവിറ്റി 9, ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദി സീൻ. അല്ലേ, ഈ പിക്ചർ നോക്കൂ, ഈ സീൻ എന്താണ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഇവിടെ എഴുതാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ഈ സീനിലുള്ളത്. ദർ ഈസ് എ സ്മോൾ ടെൻറ്റ് ഇൻ ദി പിക്ചർ. ഇവിടെ എന്താണ് ഒരു സ്മോൾ ടെൻറ്റ് ഉണ്ട് അല്ലേ, ഈ പിക്ചറിൽ എന്താണ് ഒരു സ്മോൾ ടെൻറ്റ് ഉണ്ട്. മദർ ഈസ് കുക്കിംഗ് ഫുഡ് ഇൻ ദി പോട്ട്. മദർ എന്താണ് കുക്ക് ചെയ്യുകയാണ്, ഫുഡ് കുക്ക് ചെയ്യുകയാണ് ഇൻ ദി പോട്ട്. പോട്ടിൽ എന്താണ് ഫുഡ് പാചകം ചെയ്യുകയാണല്ലേ, ഭക്ഷണം ഉണ്ടാക്കുകയാണ്. കവിത ഈ സ്റ്റാൻഡിങ് നിയർ ടു ഹെർ മദർ. കവിത എന്താണ് അമ്മൻ്റെ അടുത്ത് നിൽക്കുകയാണ്, സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. നിയർ ടു ഹെർ മദർ, അവരുടെ അമ്മയുടെ അടുത്തായിട്ട് നിയർ ആയിട്ട് നിൽക്കുകയാണ്. ദർ ഈസ് എ ഡോഗ് നിയർ ടു കവിത. കവിതൻ്റെ അടുത്തായിട്ട് എന്താണ് ഒരു ഡോഗ് ഉണ്ടല്ലേ, ഒരു നായുണ്ട്. ദർ ഈസ് ആൾസോ എ കാറ്റ്. അവിടെ എന്താണ് ഒരു കാറ്റും ഉണ്ടല്ലേ. കവിതാസ് യങ്ങർ ബ്രദർ ഈ സ്ലീപ്പിംഗ് ഇൻ ദി ക്രാഡിൽ. കവിതൻ്റെ യങ്ങർ ബ്രദർ എവിടെയാണുള്ളത്, ക്രാഡിൽ, തൊട്ടിൽ എന്താണ് സ്ലീപ്പ് ചെയ്യാണ്, ഉറങ്ങുകയാണ്. ദർ ഈസ് 2 ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദി സ്കൈ. ആകാശത്ത് എന്താണ് 2 ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്നുണ്ട്, പറക്കുന്നുണ്ട് സ്കൈയിൽ. ആകാശത്ത് എന്താണ് 2 ബേർഡ്സ് പറക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പിക്ചറിലുള്ളത്. ആക്ടിവിറ്റി 10, റീഡ് ദി സെൻറ്റൻസസ് ഗിവൺ ആൻഡ് മാച്ച് ദം വിത്ത് ദി ഇമോജീസ്. ഈ സെൻറ്റൻസസ് റീഡ് ചെയ്യാനും അതെന്താണ് ഇവിടെ തന്നിട്ടുള്ള ഇമോജീസായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഇതൊക്കെ ഇമോജീസാണ്. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഇമോജി എന്താണ് ഹാപ്പി ഫേസ് ആണല്ലേ. സെക്കൻഡ് ഇമോജി എന്താണ് ഒരു സാഡ് ഫേസ് ആണ്. തേർഡ് ഇമോജി എന്താണ് ഒരു സർപ്രൈസ്, ഒരു ആശ്ചര്യത്തിൻ്റെ ഞെട്ടിക്കുന്ന അങ്ങനത്തെ ഒരു ഇമോജി ആണല്ലേ. അപ്പോൾ നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ്, കവിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദി സ്റ്റോറി ബുക്ക് ഫ്രം സാഷ. കവിത എന്താണ് സർപ്രൈസ് ആയില്ലേ, ടു റിസീവ് ദി സ്റ്റോറി ബുക്ക് ഫ്രം സാഷേൻ്റെ അടുത്ത് നിന്ന് ആ സ്റ്റോറി ബുക്ക് കിട്ടിയപ്പോൾ എന്താണ് കവിത സർപ്രൈസ് ആയി. അപ്പോൾ ഉള്ള ഇമോജി എന്തായിരിക്കും, എക്സ്പ്രഷൻ എന്തായിരിക്കും, സർപ്രൈസിൻ്റെ ഇമോജി അല്ലേ, സി ആണ്. സാഷ ആൻഡ് നെവിൻ ബിക്കെയിം ഹാപ്പി വെൻ ദി ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് ദം. അല്ലേ, സാഷയും നെവിൻ എന്താണ് ഹാപ്പി ആയി എപ്പോൾ ഹെഡ് മാസ്റ്റർ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്തപ്പോൾ, അനുബന്ധിച്ചപ്പോൾ അവരെന്താണ് ഹാപ്പി ആയി. അപ്പോൾ ഏതാണ് ഫസ്റ്റത്താണ്, എ ആണ് ഹാപ്പി ഫേസ്. ദെൻ തേർഡ്, സാഷ സോ ദി ഗേൾ ഇൻ എ ടോൺ ഡ്രസ്സ്. സാഷ എന്താണ് ആ ഗേളിനെ എന്താണ് കീറിയ വസ്ത്രത്തിൽ കണ്ടു അല്ലേ, കണ്ടു. ഷീ ബിക്കെയിം സാഡ്, അവൾ എന്താണ് സാഡായി അല്ലേ, കീറിയ വസ്ത്രത്തിൽ കണ്ടപ്പോൾ. അപ്പോൾ ബി ആണ് സാഡ് ഫേസ്. ദെൻ ആക്ടിവിറ്റി 11, സോൾവ് ദി പസിൽ. ഈ പസിൽ സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പസിൽസ് സോൾവ് ചെയ്യാൻ അറിയോ. അപ്പോൾ എന്താണ് ഇവിടെ ഡൗൺ വേർഡിലായിട്ട് സോൾവ് ചെയ്യാനുണ്ട് അല്ലേ, അതിനുള്ള ക്ലൂസ് ഇവിടെ ഉണ്ട്. അക്രോസിലെ ഇങ്ങനെ നേരായിട്ട് അക്രോസ് ആയിട്ടുള്ളതിൻ്റെ ഇവിടെ ഉണ്ട്. ഇതിനുള്ള ആൻസർ ഇവിടെ എഴുതി കൊടുത്താൽ നമുക്കിത് സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഡൗൺ എന്നുള്ളത് അതാണ് ഫസ്റ്റത്തെ ഏതാണ്, വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. അല്ലേ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, പഠിക്കാൻ എവിടേക്കാണ് പോകുന്നത്, സ്കൂളിലേക്കാണല്ലേ. അപ്പോൾ ഫസ്റ്റിലെ 1 ഉള്ളതിൻ്റെ അവിടെ എന്താണ് എസ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സ്കൂളാണല്ലേ. എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 1 2 3 4 5 6 അല്ലേ, 6 ലെറ്റേഴ്സ് ഉള്ളത് എന്താണ് സ്കൂൾ എന്നാണ്. SCHOOL അല്ലേ, സ്കൂൾ എന്ന് എഴുതുക. പഠിക്കാൻ നമ്മൾ സ്കൂളിലേക്കല്ലേ പോകുന്നത്. ഇനി സെക്കൻഡ് 1 എന്താണ് അല്ലേ, സെക്കൻഡ് 1 ഇവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്. എ ഡ്രസ് ഫോർ ഗേൾസ്. ഗേൾസിലുള്ള ഒരു ഡ്രസ്സാണ്, എസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗേൾസിനുള്ള ഒരു ഡ്രസ്സ് എന്താണ് സ്കേർട്ട് അല്ലേ, സ്കേർട്ടാണ്. 5 ലെറ്റേഴ്സാണ് ഉള്ളതില്ലേ, താഴേക്ക് ഡൗണിലേക്ക് 5 ലെറ്റേഴ്സ് ഉള്ള ഗേൾസിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രസ്സ്, എസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ് സ്കേർട്ടാണ്, പാവാട മിഡിയാണ്. നെക്സ്റ്റ് എന്താണ് 3, എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് യു വെൽ. നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ ആരാണ്, നിങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ. തേർഡ് 3 എവിടെ 3, എഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേഴ്സൺ ആരാണ്, FRIEND, ഫ്രണ്ട് അല്ലേ, ഫ്രണ്ട് എന്നാണ്. ദെൻ 5th 1 എന്താണ് ടച്ച്ഡ് ജെൻലി അല്ലേ, പതുക്കെ ടച്ച് ചെയ്തു, ജെൻലി ആയിട്ട് തലോടി അല്ലേ, അതേതാണ് 5 എവിടെയാണ്. അപ്പോൾ അതിനനുയോജ്യമായിട്ട് ടച്ച്ഡ് ജെൻലി എന്നുള്ളതിന് പി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് എന്താണ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ, പാറ്റഡ് അല്ലേ, തലോടി അല്ലേ, ടച്ച്ഡ് ജെൻലി പതുക്കെ തൊട്ടുന്നതിന് നമ്മൾ എന്താണ് പറഞ്ഞത്, പാറ്റഡ് അല്ലേ, പി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പാറ്റഡ്. ദെൻ അക്രോസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, 4th 1 6th 1 ആണ്. അപ്പോൾ 4th 1 എന്താണ് ഈഗർ ടു ലേൺ ഓർ നോ സംതിങ് അല്ലേ, ഈഗർ ടു ലേൺ ഓർ നോ സംതിങ് അല്ലേ, എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പറയുക, എന്തെങ്കിലും പഠിക്കാനോ അറിയാനോ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയ്ക്ക് നമ്മൾ എന്താണ് പറയുക,
4 സി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ക്യൂരിയസ് അല്ലേ, ക്യൂരിയസ് ആകാംക്ഷ എന്നാണല്ലേ. സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യൂരിയസ് എന്നാണ്. 6 എ സ്വിമ്മിങ് ബേബി ബെഡ് അല്ലേ, ആറാമത്തത് അക്രോസ് ആയിട്ട് ഇവിടെ അല്ലേ, എ സ്വിമ്മിങ് ബേബി ബെഡ് സി വെച്ചിട്ട് എന്താണ് അല്ലേ, ബേബി ബെഡ് അല്ലേ, ക്രാഡിൽ അല്ലേ, തൊട്ടിലല്ല നമ്മൾ ആട്ടിൽ കുട്ടികളെ ആട്ടുന്ന ഒരു സാധനത്തിൻ്റെ പേരെന്താണ്, ക്രാഡിൽ. അപ്പോൾ സി വെച്ചിട്ടാണ് ക്രാഡിൽ എന്ന് എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 12, ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ദി കിച്ചൺ. ഈ പിക്ചർ നോക്കാൻ, ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ദി കിച്ചൺ അല്ലേ, കിച്ചണിലുള്ള തിങ്സ് സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. റൈറ്റ് ദം ബിലോ, അത് താഴെ എഴുതുക. വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റംസ് ടു ദി ലിസ്റ്റ്. നിങ്ങളുടെ കിച്ചൺ എന്താണ് സന്ദർശിക്കാൻ വിസിറ്റ് ചെയ്യാണെന്നിട്ട് അതിലേക്ക് കൂടുതൽ ഐറ്റംസ് നിങ്ങൾക്ക് ചേർക്കാം അല്ലേ. കിച്ചൺ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണ് അവർ ഈ കിച്ചൺ യൂട്ടിലിറ്റീസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എന്തോ പാടുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ എഴുതാൻ പറഞ്ഞത്. കിച്ചണിലുള്ള സാധനങ്ങൾ തിങ്സ് ഏതൊക്കെയാണ്, ഇതെന്തൊക്കെയാണല്ലേ, കുക്കറുണ്ട്, മോപ്പുണ്ട്, ബക്കറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ നെയിംസ് ആണല്ലേ, ഓരോ പാത്രങ്ങളും കയ്യിലുകളും തവയും അതൊക്കെ ഉണ്ട്, അതിൻ്റെ നെയിംസ് ഇവിടെ എഴുതുക. ഞാൻ എന്താണ് അതിൻ്റെ വേർഡ്സ് ഓരോ നെയിംസ് എന്താണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കിച്ചണിലുള്ള സാധനങ്ങളുടെ നെയിംസ് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയത്. അപ്പോൾ ഇവിടെയുള്ള നെയിംസ് എഴുതാനാണ് പറഞ്ഞത്. ആക്ടിവിറ്റി 13, ക്ലാസിഫൈ ദി ഗിവൺ ടേംസ് ഇൻ ടു കിച്ചൺ യൂട്ടൻസിൽസ്, ഫുഡ് ഐറ്റംസ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ദീസ് ആൻഡ് മേക്ക് ആൻ ആൽബം. എന്താണ് ക്ലാസിഫൈ ദി ഗിവൺ ടേംസ് ഇൻ ടു കിച്ചൺ യൂട്ടൻസിൽസ് അല്ലേ, എന്തൊക്കെയായിട്ടാണ് ക്ലാസിഫൈ ചെയ്താൽ പറഞ്ഞത്. ഇവിടെ താഴെ തന്നിട്ടുള്ള ടേംസിനെ കിച്ചൺ യൂട്ടൻസിൽസ് അല്ലേ, വീട്ടിൽ അല്ലെ കിച്ചണിലുള്ള ഉപകരണങ്ങൾ, ആൻഡ് ഫുഡ് ഐറ്റംസ് അല്ലേ, ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ്, ഫുഡ് ഇൻഗ്രീഡിയൻസ് അല്ലേ, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേർതിരിക്കാനാണ് പറഞ്ഞത്. ഇവിടെ എന്തൊക്കെയുണ്ട്, സ്പൂണ് പ്ലേറ്റൊക്കെ എന്താണ് കിച്ചൺ യൂട്ടൻസിൽസ് ആണ് അല്ലേ, കിച്ചണിലുള്ള സാധനങ്ങളാണ്. ഫുഡ് ഐറ്റംസ്, എഗ്ഗ് അതൊക്കെ എന്താണ് ഫുഡ് ഐറ്റംസ് ആണ്. ഫുഡ് ഇൻഗ്രീഡിയൻസ് അതിലിടുന്ന ചില്ലി പൗഡർ, സാൾട്ട് അങ്ങനത്തതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്. അതൊക്കെ ഇതിൽ 3 ആയിട്ട് വേർതിരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഞാൻ എന്താണ് 3 ബോക്സിലായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. ആക്ടിവിറ്റി 14, അമ്മ ഷാൾ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ. ഞാൻ എന്താണ് കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോകട്ടെ അല്ലേ, എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. സാഷ ചോദിച്ചു. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടമുള്ളത്. സാഷ ഉണ്ണിയപ്പം കൊണ്ടുപോകട്ടെ, സാഷയ്ക്ക് എന്താണ് ഉണ്ണിയപ്പമാണ് കൊടുക്കാൻ ഇഷ്ടം. നിങ്ങൾക്ക് എന്താണ് ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ എന്തൊക്കെയാണ് ഇഷ്ടം. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ് അല്ലേ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് എനിക്കിഷ്ടം, ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ്, എൻ്റെ ടോയ്സ് ഷെയർ ചെയ്യാനാണ്. വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് എൻ്റെ കൂട്ടുകാരുമായിട്ട് എൻ്റെ ടോയ്സ് ഷെയർ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇനി ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ടല്ലേ, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ബുക്സ് വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ പെൻ വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ കളർ പെൻസിൽസ് അല്ലെ, ക്രയോൺസ് വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് എഴുതാം അല്ലേ, അങ്ങനത്തെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ, എനിക്ക് എന്താണ് ഷെയർ ചെയ്യാൻ ഇഷ്ടം, എനിക്ക് ഇന്നതാണ് ഷെയർ ചെയ്യാൻ. മൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും സാധനം, ടോയ്സ് എന്നുള്ളത് ഇവിടെയുള്ള സാധനം എഴുതുക. വിത്ത് മൈ ഫ്രണ്ട്സ് അല്ലേ, അത്രേ ഉള്ളൂ. ടോയ്സ് എന്നുള്ള സ്ഥാനത്ത് ഇവിടെയുള്ള എന്തെങ്കിലും ഒരു സാധനം അല്ലെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിൻ്റെ നെയിം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 15, റീകാസ്റ്റ് ദി സ്റ്റോറി ഇൻ മൈ വേർഡ്സ് അല്ലേ, എൻ്റേതായ വേർഡ്സിൽ എന്താണ് ഈ സ്റ്റോറി റീകാസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എന്തൊക്കെ വെച്ചിട്ടാണ് റീകാസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്താണ്, വാട്ട് ഈസ് സാഷാസ് മദർ ഡു, സാഷൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത് അല്ലേ. സാഷനെ ഫസ്റ്റ് തന്നെ സ്കൂളിൽ പോകാൻ വേണ്ടി വിളിച്ചുണർത്തുന്നുണ്ടല്ലേ, അപ്പോൾ അത് ഫസ്റ്റ് ഉൾപ്പെടുത്തണം. ദെൻ സെക്കൻഡ് എന്താണ്, വാട്ട് വാസ് സാഷാസ് ഫാദർ ഡൂയിങ്, ഫാദർ എന്താണ് ചെയ്യുന്നത് അല്ലേ, ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. വാട്ട് ഈസ് സാഷ ഡു, സാഷ എന്താണ് ചെയ്തത്, ഉണ്ണിയപ്പം എല്ലാവർക്കും കൊടുത്തു. ഹു ഡിഡ് സാഷ സീ നിയർ ദി ഡോറിൻ്റെ അടുത്ത് ആരെയാണ് കണ്ടതില്ലേ, ഒരു ഗേൾ അപ്പിയർ ചെയ്തല്ലേ, പ്രത്യക്ഷപ്പെടുന്നത് കണ്ടു, ഒരു ഗേളിനെ കണ്ടു. വാട്ട് ഡിഡ് സാഷ ആൻഡ് നെവീൻ ഹിയർ, എന്താണ് സാഷയും നെവീനും കേട്ടത് അല്ലേ, ആരോ പാടുന്നത് കേട്ടിരുന്നു അല്ലേ. വാട്ട് ഡിഡ് സാഷ ഗീവ് കവിതയ്ക്ക് എന്താണ് കൊടുത്തത്, അപ്പോൾ എന്താ ഒരു ഗിഫ്റ്റ്, ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുത്തിരുന്നു. വാട്ട് ഹാപ്പൻഡ് ഇൻ ദി സ്കൂൾ അസംബ്ലിയിൽ എന്താണ് സംഭവിച്ചത്. എവ്രിബഡി ബിക്കെയിം ഹാപ്പി വൈ, എല്ലാവരും എന്തുകൊണ്ടാണ് സന്തോഷപ്പെട്ടത്. ഈ പിക്ചറിലുള്ള ഈ സ്റ്റോറി ഫുൾ എന്താണ് നമുക്ക് ഷോർട്ടായിട്ടൊന്ന് എഴുതി നോക്കാം അല്ലേ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. നരേറ്റ് ദി സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്, നിങ്ങളുടെ വേർഡ്സിൽ ഈ സ്റ്റോറി നരേറ്റ് ചെയ്യാനാണ്. യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ, നിങ്ങൾക്ക് എന്താണ് ചിത്രവും വരക്കാം അല്ലേ. നമുക്ക് ഇതൊന്ന് ഷോർട്ടാക്കിയിട്ട് ഒന്ന് എഴുതി നോക്കിയാലോ. ഈ പിക്ചറിലുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു ഷോർട്ട് സ്റ്റോറി ആക്കി എഴുതിയിട്ടുണ്ട്. സാഷ ഈസ് എ 3rd ക്ലാസ് സ്റ്റുഡൻറ്റ്, സാഷ എന്താണ് 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. വൺ ഡേ ഹെർ മദർ വോക്ക് ഹർ അപ്പ് ഏർലി ഇൻ ദി മോർണിംഗ് അല്ലേ, രാവിലെ എന്താണ് വോക്കപ്പ് ചെയ്ത് ഉണർത്തുന്നത് അല്ലേ, മദർ എന്താണ് അവളെ വിളിച്ചുണർത്തി. വെൻ ഷീ വാസ് റെഡി ടു ഗോ ടു സ്കൂൾ ഹെർ മദർ സെൻഡ് ഹെർ ദി ഡിലീഷ്യസ് ഉണ്ണിയപ്പം മെയ്ഡ് ഹെർ ഫാദർ അല്ലേ, സ്കൂളിലേക്ക് പോകാൻ റെഡി ആയപ്പോൾ അവളുടെ അമ്മ ഹെർ മദർ സെൻഡ് ഹെർ ദി ഡെലീഷ്യസ് ഉണ്ണിയപ്പം കൊടുത്തയച്ചു. മെയ്ഡ് ബൈ ഹെർ ഫാദർ അല്ലേ, ഫാദർ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം. ഷീ ഷെയർഡ് ഇറ്റ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, അവൾ എന്താണ് ആ ഉണ്ണിയപ്പം അവിടെ ഷെയർ ചെയ്യുന്നുണ്ടല്ലേ, ഫ്രണ്ട്സിന് കൊടുത്തു, ഷെയർ ചെയ്തു. അറ്റ് ദാറ്റ് ടൈം സാഷ സോ എ ഗേൾ സ്റ്റാൻഡിങ് അറ്റ് ദി ഡോർ അല്ലേ, ആ സമയത്ത് എന്താണ് ഒരു ഡോറിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടു അല്ലേ. ഷീ തോട്ട് എ ലോട്ട് അബൌട്ട് ഹൂ ഇറ്റ് വുഡ് ബി, അവൾ ആരായിരിക്കുമെന്ന് അവൾ കുറേ ചിന്തിച്ചു.
ഇൻ ദാറ്റ് ഈവനിങ് വൈൽ ഗോയിങ് ഹോം ഫ്രം സ്കൂൾ സാഷ ആൻഡ് നെവിൻ ഹിയർഡ് എ ബ്യൂട്ടിഫുൾ ലുല്ലബൈ. ആ ഈവനിങ്ങിൽ അവരെന്താണ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സാഷയും നെവിൻ ഹിയർഡ് കേട്ടു എ ബ്യൂട്ടിഫുൾ ലുല്ലബൈ. എങ്ങനെ പോകുന്ന സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ ലുല്ലബൈ ഒരു പാട്ട് കേട്ടു. ദേ വെൻ ടു ദി പ്ലേസ് വെർ ദേ ഹിയർഡ് ദി സോങ്. അവരെവിടേക്ക് പോയി? ആ സോങ് കേട്ട സ്ഥലത്തേക്ക് പോയി. വാസ് ദി പുവർ ഗേൾ ദാറ്റ് സാഷ സോ ഇൻ ദി മോർണിംഗ്. അതാരായിരുന്നു? ആ പുവർ ഗേൾ ആയിരുന്നു. സാഷ എന്താണ് രാവിലെ ഡോറിൻ്റെ അടുത്ത് കണ്ട ആ ഗേൾ ആയിരുന്നു. സാഷ വാസ് സാഡ് ടു സീ ഹർ. സാഷയ്ക്ക് എന്താണ് സങ്കടമായി അവളെ കണ്ടപ്പോൾ. സാഷ ഹാൻഡഡ് ദി ഗേൾ ദി സ്റ്റോറി ബുക്ക് ദാറ്റ് ഷീ വാസ് ഹോൾഡിങ്. അവൾ ഹോൾഡ് ചെയ്ത സ്റ്റോറി ബുക്ക് എന്താണ് ആ പെൺകുട്ടിക്ക് കൊടുത്തു. ഹെർ നെയിം വാസ് കവിത. അവളുടെ നെയിം എന്തായിരുന്നു? കവിത എന്നാണ്. സാഷ ആൻഡ് നെവിൻ ടോൾഡ് ദർ ടീച്ചർ അബൌട്ട് കവിത. കവിതനെ കുറിച്ചിട്ട് സാഷ നെവിൻ അവളുടെ ടീച്ചറോട് പറഞ്ഞു. ഓൺ ദി നെക്സ്റ്റ് ഡേ കവിത ജോയിൻ ദർ സ്കൂൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദർ ഹെഡ് മാസ്റ്റർ. അടുത്ത ദിവസം എന്താണ് കവിത സ്കൂളിൽ ജോയിൻ ആയി ചേർന്നു വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദർ ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്ററിൻ്റെ സഹായത്തോടെ. സോ ദേ വർ ആൾ വെരി ഹാപ്പി. അതുകൊണ്ടാണ് അവരെല്ലാവരും സന്തോഷിച്ചതല്ലേ. സ്കൂളിൽ ജോയിൻ ആയി, അതുകൊണ്ടാണ് എല്ലാവരും ഹാപ്പി ആയത്. അപ്പം ഷോർട്ട് സ്റ്റോറി ആക്കി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആക്ടിവിറ്റി 16 ഒബ്സർവ് ദി പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സ് എന്താണ്? ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. നിങ്ങളുടെ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ളിടത്ത് ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്? അല്ലെ, ഒരു ഗേളുണ്ട്, അതെന്താണ് ഫ്രൂട്ട്സ് ആയിട്ട് നടന്നു പോകുമ്പോൾ ഫസ്റ്റ് ഒരു എലിഫൻറ്റ് അതെടുക്കും, പിന്നെ ഒരു മങ്കി, പിന്നെ ഒരു ജിറാഫ്, പിന്നെ ഒരു പാരറ്റ് എടുക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു സ്റ്റോറി ഉണ്ടാക്കി നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഒരു ആട് വന്നിട്ട് മരം ഇടിക്കുമ്പോൾ എന്താണ് കാലിയായ കൊട്ടയിലേക്ക് മാംഗോസ് ഒക്കെ വീഴുന്നുണ്ട്. ഇങ്ങനെ കുറേ മാംഗോസ് അവർക്ക് കിട്ടുമല്ലേ. ഇത് വെച്ച് നമുക്കൊരു മൈ ക്രിയേറ്റീവ് സ്പേസിൽ ഒരു സ്റ്റോറി എഴുതി നോക്കാം. എന്താണ് പിക്ചറിൻ്റെ താഴെയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ക്രിയേറ്റീവ് സ്പേസിലില്ലാതെ നിങ്ങൾക്ക് ഇമേജ് നോക്കിയിട്ട് ഇവിടുന്ന് മനസ്സിലാക്കാമല്ലോ. എങ്ങനെയൊക്കെ എഴുതാം? ഇൻ എ വില്ലേജ്, ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിൽ. ദർ ലിവ്ഡ് എ പുവർ ഗേൾഡ്. ഇവിടെ ഒരു ലീവിടെ ജീവിച്ചിരുന്നു. പുവർ ഗേൾഡ്, ഒരു പാവപ്പെട്ട പെൺകുട്ടി ജീവിച്ചിരുന്നു. ഹു സോൾഡ് ഫ്രൂട്ട്സ് എവറി ഡേ. എല്ലാ ദിവസവും ഫ്രൂട്ട്സ് വിൽക്കുമായിരുന്നു. എവറി ഡേ ഷീ വുഡ് കളക്ട് ദി ഫ്രൂട്ട്സ് ആൻഡ് ടേക്ക് ദം ടു ദി മാർക്കറ്റ് ടു സെൽ ദം. എവറി ഡേ, എല്ലാ ദിവസവും ഷീ വുഡ് കളക്ട് ദി ഫ്രൂട്ട്സ് എല്ലാം കളക്ട് ചെയ്ത് ശേഖരിച്ചിട്ട് ആൻഡ് ടേക്ക് ദം ടു ദി മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. ടു സെൽ ദം, അവ വിൽക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. വൺ ഡേ ഓൺ ഹെർ വേ ടു ദി മാർക്കറ്റ് ആൻ എലിഫൻറ്റ് എയ്റ്റ് ദി വോൾ ഓറഞ്ചസ് ഫ്രം ദി ബാസ്ക്കറ്റ് ഓൺ ഹെർ ഹെഡ്. ഒരു ദിവസം വൺ ഡേ ഓൺ ഹെർ വേ ടു ദി മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഒരു എലിഫൻറ്റ് ആന എയ്റ്റ് ദി വോൾ ഓറഞ്ചസ് ഫ്രം ദി ബാസ്ക്കറ്റ്. എല്ലാ ഓറഞ്ചസും തിന്നു. ഓറഞ്ചാണ് എടുക്കുന്നത്. തിന്നു ഫ്രം ദി ബാസ്ക്കറ്റിൽ നിന്ന്. ഓൺ ഹെർ ഹെഡിലുള്ള ബാസ്ക്കറ്റിൽ നിന്ന് എല്ലാ ഓറഞ്ചസും എടുത്ത് തിന്നു. ബട്ട് ഷീ ഡിഡ് നോട്ട് സീ ഇറ്റ്. പക്ഷേ അവൾ എന്താണ് കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ടാണ് വീണ്ടും നടന്ന് നീങ്ങുന്നതല്ലേ. അപ്പോൾ അവളത് കണ്ടിട്ടില്ല. ആഫ്റ്റർ ഗോയിങ് സം ഡിസ്റ്റൻസ്, കുറച്ച് ദൂരം പോയപ്പോൾ എ മങ്കി ആൾസോ എയ്റ്റ് ദി ബനാന. ഒരു മങ്കി എന്താണ് ബനാനയാണ് എടുക്കുന്നതല്ലേ. ഈ ബനാന കഴിച്ചൂലേ, തിന്നു ഫ്രം ദി ബാസ്ക്കറ്റിൽ നിന്ന് ഒരു ബനാന എടുത്ത് തിന്നു. ഷീ ഡിഡ് നോട്ട് സീ ദാറ്റ് എയ്തർ. അവൾ അതും കണ്ടില്ല. ലേറ്റർ വെൻ ഷീ പാസ്ഡ് സം മോർ ഡിസ്റ്റൻസ്. പിന്നെന്താണ്, കുറച്ചും കൂടി ദൂരം പോയപ്പോൾ മോർ ഡിസ്റ്റൻസ് ദൂരം കുറച്ചുകൂടി ദൂരം പോയപ്പോൾ എ ജിറാഫ് എയ്റ്റ് ദി വോൾ പൈനാപ്പിൾ. ജിറാഫ് എന്താണ് എല്ലാ പൈനാപ്പിളാണ് തിന്നുന്നത് അല്ലേ. പൈനാപ്പിളാണ് എടുക്കുന്നത് ഫ്രം ദി ബാസ്ക്കറ്റിൽ നിന്ന് എല്ലാ പൈനാപ്പിളും തിന്നു. ആൻഡ് ഫൈനലി എ പാരറ്റ് എറ്റ് ദി റിമൈനിങ് ഫ്രൂട്ട് ഫ്രം ദി ബാസ്ക്കറ്റ്. ഇനി എന്താണ് ബാക്കി എന്തോ ഒരു ഫ്രൂട്ട് കൂടി ഉള്ളൂ. ആ റിമൈനിങ് ഉള്ള ആ ബാക്കിയുള്ള ഫ്രൂട്ട് എന്താണ് ഒരു പാരറ്റും അവസാനമായിട്ട് ഫൈനലായിട്ട് എന്താണ് ബാസ്ക്കറ്റിൽ നിന്ന് എടുത്ത് തിന്നു. ബട്ട് ദി ഗേൾ ഡിഡ് നോട്ട് നോ ദിസ്. പക്ഷേ ആ ഗേളിന് എന്താണ് ഇതൊന്നും അറിയാതെ ഇങ്ങനെ നടന്നു പോവുകയാണല്ലേ. സോ ഷീ വാക്ക്ഡ് വിത്ത് ദി എംപ്റ്റി ബാസ്ക്കറ്റ്. അതുകൊണ്ട് എന്താണെന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എംപ്റ്റി ബാസ്ക്കറ്റുമായിട്ട് ഇങ്ങനെ നടന്ന് നീങ്ങുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം എ ഗോട്ട് കെയിം. ആ സമയത്ത് എന്താണ് ഒരു ഗോട്ടിലെ ഒരു ആട് വന്നു. ആൻഡ് ഹിറ്റ് ദി മാംഗോ ട്രീ വിത്ത് ഹിസ് ഹെഡ്. അവൻ്റെ ഹെഡ് കൊണ്ട് തല കൊണ്ട് എന്താണ് ആ മാംഗോ ട്രീനെ ഇടിച്ചു. മിറാക്കുലസ്ലി, അത്ഭുതത്തിൽ. മാംഗോസ് ഫെൽ ഫ്രം ദി മാംഗോ ട്രീ. മാംഗോ എന്താണ് ഫെൽ ചെയ്തുല്ലേ, വീണു. മാംഗോ ട്രീന്ന് ഫാൾ ചെയ്തുല്ലേ, വീണു. ടു ദി ബാസ്ക്കറ്റിലേക്ക് വീണു അല്ലേ. ബാസ്ക്കറ്റിലേക്ക് മാംഗോസ് എല്ലാം വീണു. ആൻഡ് ദി ഗേൾ റീച്ച്ഡ് ദി മാർക്കറ്റിലെത്തി. ആൻഡ് സോൾഡ് ആൾ ദോസ് മാംഗോസ്. എന്താണ് എല്ലാ മാങ്ങകളും വിറ്റു അല്ലേ. ഇവിടെ എന്താണ് എല്ലാ ആനിമൽസിനും ഫുഡ് കിട്ടുകയും ചെയ്ത് അവർക്ക് കുറേ മാംഗോസ് വിൽക്കാനും കിട്ടിയില്ലേ. ആർക്കൊരു നഷ്ടം വന്നില്ല. അപ്പോൾ എന്താണ് ഈ ഷോർട്ട് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഫസ്റ്റത്തെ ചാപ്റ്ററിലെ എല്ലാ ആക്ടിവിറ്റീസും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ എൻ്റെ ഈ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.